തമിഴ്നാട് നീലഗിരിയിൽ വാഹനങ്ങൾ തകർത്ത് കാട്ടാന. ഗൂഡല്ലൂർ നെല്ലാക്കോട്ട ടൗണിൽ ഇറങ്ങിയ ആന കാർ തകർത്തു. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ രക്ഷപ്പെട്ടു. Mata. ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, എന്താണ് വിവരങ്ങൾ? വയനാടിന്റെ അതിർത്തി പ്രദേശമാണിത്. അതിർത്തി പ്രദേശം എന്ന് പറയുമ്പോൾ ഗൂഡല്ലൂർ ഭാഗത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നെല്ലാക്കോട്ട ടൗൺ എന്ന് പറയുന്നത് നേരത്തെയും കാട്ടാനകൾ ഇറങ്ങിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ 9:30 കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. നെല്ലാക്കോട്ട ടൗണിലേക്കാണ് കാട്ടാന ഇറങ്ങി വന്നത്. അതിനുശേഷം അത് ഈ നഗരത്തിൽ റോഡുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു. ഇതിനിടയിൽ ഒരു കാർ വന്നു. ഗൂഡല്ലൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ്. ആ കാറിന് നേരെ കുത്തുകയാണ് ഉണ്ടായത്. അതിൽ ഈ കാറിലുണ്ടായിരുന്ന യാത്രക്കാർ വലിയ പരിഭ്രാന്തിയിലായി. ഇതേ തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിലവിൽ അവർക്ക് പരിക്കുകളില്ല. പക്ഷേ ആ ഒരു രംഗം കണ്ടതിനെ തുടർന്ന് വലിയ രീതിയിൽ അവർ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇതേ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ നെല്ലാക്കോട്ട ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾ നിരന്തരം കാട്ടാനകളുടെ ഭീഷണിയുള്ള പ്രദേശമാണ്. ഗൂഡല്ലൂരിൻ്റെ പല ഭാഗത്തും സമാനമായ രീതിയിൽ തന്നെ മാർത്തോമ നഗർ അടക്കമുള്ള പ്രദേശങ്ങളിൽ കാട്ടാനകളുടെ ഭീഷണിയുണ്ട്. ഇതിൽ വനംവകുപ്പിനെതിരെ നാട്ടുകാർ യോഗം ചേരുന്ന സ്ഥിതി വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുമാണ്. എന്തായാലും ശക്തമായ രീതിയിൽ നടപടി ഈ കാട്ടാനശല്യത്തിനെതിരെ ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഈ നാട്ടുകാരെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇവർ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. കുങ്കിയാനകളെ എത്തിച്ച് ഈ കാട്ടാനകളെ തുരത്തണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. മുതുമല വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ നെല്ലാക്കോട്ട എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ്, ഈ മുതുമലയിൽ നിന്നാണ് ഈ ആനകൾ ഇറങ്ങി വന്ന ശേഷം വലിയ രീതിയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന സാഹചര്യമുള്ളത്. രാത്രിയിൽ ആനകൾ നിരന്തരം ഈ പ്രദേശത്തുണ്ട്. അതായത് ഈ മേഖല എന്ന് പറയുന്നത് ഈ വയനാടുമായും അതോടൊപ്പം തന്നെ ഈ നീലഗിരിയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാത ഉൾപ്പെടെ കടന്നു പോകുന്ന മേഖലയാണ്. അവിടെയാണ് ഇത്തരത്തിൽ കാട്ടാനകൾ പന്തല്ലൂർ മേഖലയിൽ ശല്യം ഉണ്ടാക്കുന്നത്. പന്തല്ലൂരിൽ മാത്രമല്ല, ചേരമ്പാടി, ഗൂഡല്ലൂർ, പന്തല്ലൂർ ഉൾപ്പെടെയുള്ള ദേവാല ഉൾപ്പെടെയുള്ള തമിഴ്നാടിൻ്റെ ഭാഗമായുള്ള പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ സമാനമായ രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. ഈ കാട്ടാന മാത്രമല്ല, നേരത്തെ പുലി ഇറങ്ങി ഒരു കുട്ടിയെ കൊല്ലുന്ന അനുഭവം ഉണ്ടായിരുന്നു. കാട്ടാനകൾ ഈ ഭാഗത്ത്, അതായത് ഗൂഡല്ലൂരിൻ്റെ ഭാഗത്ത് ആളുകളെ കൊല്ലുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരന്തര വന്യജീവി മനുഷ്യ സംഘർഷം നടക്കുന്ന മേഖലയാണ്. അവിടെയാണ് ഇന്ന് രാവിലെ 9:30 കൂടി ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട് നീലഗിരിയിലാണ് കാട്ടാന വാഹനങ്ങൾ തകർത്തത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. നിങ്ങൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. വരുന്നുണ്ടോ? പോട്ടെ Mata.